ഫ്രാൻസിസ്കൻ ക്ലാരിസ് സന്യാസിനി സമൂഹത്തെ ബോധപൂർവം അവഹേളിക്കുന്നതിന് നൽകിയ കേസുകൾ പിൻവലിച്ച് മാപ്പ് പറയാത്ത പക്ഷം മാനനഷ്ട കേസ് നൽകുമെന്ന് സിസ്റ്റർ ലൂസിക്ക് സുപ്പീരിയർ ജനറലിന്റെ മുന്നറിയിപ്പ്. അപ്പീൽ നിരസിച്ചിരിക്കുന്നതിനാൽ പുറത്താക്കലിനുള്ള സാധാരണ നടപടിക്രമങ്ങൾ പൂർത്തിയായെന്നും സഭാ സമൂഹം. സിസ്റ്റർ ലൂസിയുടെ അപ്പീൽ നിരസിച്ചുകൊണ്ടുള്ള വത്തിക്കാൻ അറിയിപ്പിനൊപ്പം നൽകിയ ഈ കത്ത് സിസ്റ്റർ കൈപ്പറ്റാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അത് അവരുടെ മേലിൽ അയച്ചു കൊടുക്കുകയായിരുന്നു. പുറത്താക്കിക്കൊണ്ടുള്ള സാധാരണ നടപടിക്രമം പൂർത്തിയായി കഴിഞ്ഞുവെന്ന് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭാ സമൂഹം സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസഫ് 15-ാം തീയതി എഴുതിയ കത്തിൽ ഓർമ്മിപ്പിച്ചു. 15 ദിവസം കൂടി ഇതിന്മേൽ സുപ്രീം ട്രിബ്യൂണലായ സിനത്തോറ അപ്പസ്തോലികയ്ക്ക് മുമ്പിൽ അപ്പീൽ സമർപ്പിക്കാമെന്ന് അറിയിക്കുന്ന കത്തിൽ സിസ്റ്റർ ലൂസി വിവിധ മാധ്യമങ്ങളിലൂടെ സന്യാസിനി സമൂഹത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയും നൽകിയിട്ടുണ്ട്. ലൂസി FCC സന്യാസിനികൾക്കെതിരെ 2 കേസുകളാണ് നൽകിയത്. മഠത്തിൽ പൂട്ടിയിട്ടുവെന്ന് മാധ്യമങ്ങൾ വഴി വ്യാജമായി പ്രചരിപ്പിച്ചതിനെതിരെ കേസ് പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും കത്തിലുണ്ട്. മഠത്തിൽ നിന്നും വിട്ടാൽ എവിടെ പോകാനെന്ന സിസ്റ്റർ ലൂസിയുടെ ചോദ്യത്തെ വളരെ വിശദമായി കത്തിൽ വിവരിച്ചിട്ടുണ്ട്. സിസ്റ്റർ ലൂസിക്ക് ഇപ്പോൾ 50,000 രൂപയ്ക്ക് മീതെ അധ്യാപക വൃത്തിയിൽ നിന്നും വരുമാനമുണ്ട്. അവർ തന്നെ നൽകിയ വിവരപ്രകാരം ഏതാണ്ട് 2 ഏക്കറിലധികം വരുന്ന പിതൃസ്വത്ത് സ്വന്തമായുണ്ട്. കഴിഞ്ഞ 2 വർഷമായി FCCയിൽ അവരുടെ ശമ്പളം നൽകാത്തതിനാൽ വേറെയും സമ്പാദ്യമുണ്ട്. അവർ വാങ്ങിയ കാറും സ്വന്തമായി ഉപയോഗിക്കാവുന്നതാണ്. സ്കൂൾ അധ്യാപികയുടെ ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ നല്ലൊരു തുക ആനുകൂല്യമായി ലഭിക്കും. അമ്മ ജീവിച്ചിരിക്കുന്നതിനാൽ അമ്മയുമായി ഒപ്പം ജീവിക്കാവുന്നതാണെന്നും സന്യാസിനി മഠത്തിന്റെ ജീവിത രീതികൾ എന്ന രചന ഉദ്ധരിച്ചുകൊണ്ട് സുപ്പീരിയർ ജനറൽ ആൻ ജോസഫ് പറഞ്ഞു. പ്രീ ഡിഗ്രിക്ക് ശേഷം മഠത്തിൽ ചേർന്ന സിസ്റ്റർ ലൂസിയെ ഡിഗ്രിക്കും കർണാടകത്തിൽ വലിയ തുക നൽകി BEdനും അയച്ചു പഠിപ്പിച്ചതും കത്തിൽ ചൂണ്ടിക്കാട്ടി. FCCയിൽ നിന്നാണ് പുറത്താക്കിയതെന്നും കത്തോലിക്ക സഭയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും അൽമായ വ്യക്തിയായി സഭയിൽ തുടരാമെന്നും കത്തിൽ പറഞ്ഞു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.